സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ത്യാഗരാജനോട് പ്രകാശ് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമോ? ഏയ്, അതാലോചിച്ച് പ്രകാശ് പേടിക്കുക വേണ്ട. എന്നെ തനിക്ക് വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ടേ തന്നെ സേഫാക്കി നിർത്തിയിട്ട് മാത്രമേ ഞാൻ എന്ത് ഗെയിമിനും ഇറങ്ങത്തുള്ളൂ. പിന്നെ താനും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പ്രകാശിനോട് പറയുന്നു. അപ്പൊ ശരി പ്രകാശ്, കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ത്യാഗരാജൻ പോകുന്നു. പ്രകാശ് വീണ്ടും തന്റെ ഡ്യൂട്ടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ശേഷം ദേവികയാണെങ്കിൽ SP യെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിക പറയുകയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയില്ലേ? അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് മാഡം, മാഡം പേടിക്കാതിരിക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് ഐസക് കുരുവിള വരുന്നുണ്ട്. അങ്ങനെ താൻ എത്തിയോ? തന്നെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മുഷിഞ്ഞു. ദേ MLA യും കാണാൻ വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് തനിക്കൊരു അനുമോദന ചടങ്ങിന്റെ കത്ത് വന്നിട്ടുണ്ട്. ദേ വായിച്ചു നോക്കിക്കേ എന്ന് പറയുമ്പോ ഐസക് ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അതെടുത്ത് സന്തോഷത്തോടെ വായിക്കുകയാണ്. അയാളാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. കാരണം അത്രയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് അയാൾക്ക് ദേവി കൊണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. സാർ, ഇതെന്താ ഇത്? അതെ, തനിക്ക് 3 മാസം അവധി, പിന്നെ എവിടെ ജോയിൻ ചെയ്യണമെന്നും എവിടെ ജോലി എടുക്കണമെന്നും മുകളിലുള്ളവർ അറിയിച്ചോളും. സാർ, ഇത് സാറിനെ ഇവർ സ്വാധീനിച്ചിരിക്കുകയാണ്. MLA സാറെ സ്വാധീനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേവിക പറയുന്നുണ്ട്, സാർ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോട്ടെ? അതെ, ഞാൻ സ്വാധീനിച്ചു. സത്യത്തിന് എതിരെ പ്രവർത്തിക്കാനായിട്ടാണ് ഞാൻ സ്വാധീനിച്ചിരിക്കുന്നത്. അല്ലാതെ ഇസബല്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവളെ പോലുള്ളവരെ പോലെ ഉള്ളവരെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ SP യെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ദേവിക ചോദിക്കുമ്പോൾ ഇത് കേട്ട്, മാഡം സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിക്കേണ്ടതും ഈ യൂണിഫോമിനോട് ഈ തൊപ്പിയോടൊക്കെ തന്നെ ആത്മാർത്ഥത കാണിക്കേണ്ടതും താങ്കളായിരുന്നു. അല്ലാതെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നില്ല വേണ്ടത്, അതും ദുഷ്ടപ്രവൃത്തികൾ. അങ്ങനെ ഐസക് പറയുന്നുണ്ട്, സാർ ഇത് ശരിക്കും ചതിയാണ്. ചതിയാണടോ. MLA യും ജനങ്ങളും ജനങ്ങളുടെ പ്രതിനിധികളും നമ്മളെക്കാൾ മുകളിലുള്ളവരാണ്. അതുകൊണ്ട് MLA ബഹുമാനിച്ചേ മതിയാകൂ. താൻ എന്തായാലും റെസ്റ്റ് എടുക്കും. പിന്നെ പുതിയ ടീമിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വസുന്ധര IPS കേട്ട് കാണുമല്ലോ. എന്തായാലും തന്നേക്കാൾ ഉഷാറായിട്ടുള്ള ടീം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നന്ദനെ കണ്ടെത്തും. സാർ, ഞാൻ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ഓഫീസറാണ്. അതുകൊണ്ടാ പറഞ്ഞ് കുറച്ചു കാലം റെസ്റ്റ് എടുക്കുന്നത്. താൻ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വിടുകയാണ്. അങ്ങനെ ഇനി പേടിക്കണ്ട എന്നും എത്രയും പെട്ടെന്ന് കേസന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊക്കെ SP ആണെങ്കിൽ ദേവികയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ് ആണെങ്കിൽ കാറിന്റെ സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വസുന്ധരയാണെങ്കിൽ എത്തുന്നുണ്ട് വീട്ടിലേക്ക്. മേഡായിരുന്നോ? മേഡത്തിനെ ഞാൻ പ്രതീക്ഷിച്ചു. ഞാനാണ് പുതിയ കേസന്വേഷണത്തിന്റെ ചുമതല ഏറ്റിയിരിക്കുന്നത്. ഞാനിപ്പോ അറിഞ്ഞു മേഡം. മേഡം അകത്തേക്ക് വരൂ. മേഡത്തിലാണ് ഒരുപാട് പ്രതീക്ഷ. എനിക്ക് ഉറപ്പുണ്ട് എന്റെ മകനെ കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് പ്രഭാവതി ആണെങ്കിൽ ഓടി എത്തുകയാണ്. എന്നിട്ട് വസുന്ധരയെ കൈ പിടിക്കുന്നുണ്ട്. മേഡം, മേഡം എന്റെ മോനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം. ഒരുപാട് ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ചു, ഒരുപാട് ദൈവങ്ങളെ വിളിച്ചു, പക്ഷെ ഒന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഇനി മേഡത്തിലെ വിശ്വാസം എന്നൊക്കെ പറയും. ഇത് കേട്ട് വസുന്ധര പറയുന്നുണ്ട്, എന്നെ വിശ്വസിച്ചോളൂ, പക്ഷെ നന്ദനെ കണ്ടെത്തി തരാമെന്ന് എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. ശ്രമിക്കാം. ഈ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോടും തൊപ്പിയോടും 100% ആത്മാർത്ഥത കാണിക്കും. അതുകൊണ്ട് എന്റെ മാക്സിമം ഞാൻ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കും. ഇപ്പോ നമ്മള് 3 പേരും മാത്രമേ ഇവിടെയുള്ളൂ. എനിക്ക് പല കഥകളെക്കുറിച്ചും അറിയാം. ഋഷിയും നന്ദനും തമ്മിലുള്ള പ്രശ്നം, പിന്നീട് നന്ദന്റെ ഒളിച്ചോട്ടം, അങ്ങനെ പലതും. ഇവിടെ നിന്നും രായ്ക്ക് രാമായണം നന്ദനെ കടത്തിയിട്ട് എസ്തപ്പാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും എവിടേക്ക് കൊണ്ടുപോയത്? നിങ്ങളെ സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ കേസ് എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കാം എന്നൊക്കെ വസുന്ധര പറയുമ്പോൾ ഇത് കേട്ട് പ്രഭാവതിയും സിദ്ധാർത്ഥനും ആകെ ഷോക്കാവുന്നു. മേഡം എന്തീ പറയുന്നത്? അഭിനയിക്കല്ലേ? നിങ്ങളുടെ അഭിനയം ഈ വസുന്ധരയോട് വേണ്ട. ആള് മാറിപ്പോയി. മേഡം, മേഡത്തിനോട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പറയുന്ന മീരയുടെ കേസിൽ ഞങ്ങളെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചത് മേഡമാണ്. അതുകൊണ്ട് പറയുന്നതാ. സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല നന്ദൻ എവിടെയാണെന്ന്. മേഡം കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ജീവിതമില്ല. ഞങ്ങളുടെ മോൻ എവിടെയാണെന്ന് അറിയില്ല. അബദ്ധങ്ങൾ ഒരുപാട് പറ്റിപ്പോയി. പക്ഷേ ഇപ്പോ ഈ നടക്കുന്ന സംഭവങ്ങളിൽ ഒരു അറിവുമില്ല. ഒരു മാസത്തോളമായി എന്റെ കുഞ്ഞിനെ കാണാതായിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി കരയുമ്പോൾ ശരി ശരി, എന്തായാലും നമുക്ക് കണ്ടെത്താം. പിന്നെ ദേവിക MLA എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെന്ന് സിദ്ധാർത്ഥനോട് പറയുന്നു. അങ്ങനെ സിദ്ധുവിനാണെങ്കിൽ ചെറിയൊരു ആത്മവിശ്വാസക്കുറവ് വരികയാണ്. കാരണം കാര്യങ്ങൾ തങ്ങളിലേക്ക് തന്നെ വരികയാണല്ലോ എന്നുള്ളൊരു സംശയം അയാളിലുണ്ടാവുന്നു. എന്തായാലും നിങ്ങൾ വരൂ, നന്ദന്റെ റൂം എനിക്കൊന്ന് പരിശോധിക്കണം. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധരയാണെങ്കിൽ പ്രഭാവതിയെയും കൂടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം ദേവികയെ വിളിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ. മോളിത് എവിടെ? ഞാനിതാ അച്ഛാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വസുന്ധര മേഡം എത്തിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ CP ആണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ട് അരുന്ധതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മേഡം, മേഡം അറിഞ്ഞോ? എന്താ CP? അതെ, നമ്മുടെ
നന്ദന്റെ കേസ് അന്വേഷിക്കാൻ പോകുന്നത് പുതിയൊരു ടീമാണ്. ഐസക് കുരുവളയെ പുറത്താക്കി അയാൾ ഇനി 3 മാസം അവധിയിലാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഓഹോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിയോ? അതെ, ദേവിക ഇടപെട്ടിട്ടാണ് പുതിയ ടീമിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആളാരെന്നറിയോ? വസുന്ധര IPS. ദേവികയെയും കുടുംബത്തെയും ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവൾ തന്നെയായിരിക്കും ഈ ഒരു IPSനെ അപ്പോയിന്റ് ചെയ്തത്. മിടുക്കിയാണ്. ആർക്കും സ്ത്രീയെ സ്വാധീനിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ അരുന്ധതി പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ നന്ദനെ കണ്ടെത്താനായിട്ട് പറ്റും. നന്ദനെ കണ്ടെത്തിയാലൂടെ നമുക്ക് നമ്മുടെ ഋഷിയെയും തിരിച്ചു കിട്ടും. മേഡം എന്തേ പറയുന്നത്? അതെങ്ങനെയാ നന്ദനെ കണ്ടെത്തുമ്പോൾ ഋഷിയെ തിരിച്ചു കിട്ടുക? നമുക്കും വസുന്ധര മേഡത്തിനെ കണ്ട് സംസാരിക്കണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല. നന്ദൻ എപ്പോ ദേവികയുടെ അടുത്തെത്തുമോ അപ്പൊ ദേവിക ഋഷിയെ വിടും. മേഡം എന്തീ പറയുന്നത്? അതെ CP, ഇനി CPയിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. നന്ദൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ദേവികയും എസ്തപ്പാനും നമ്മുടെ മോനെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മേഡം ഇതിനിടയിൽ ഇത്ര വലിയ ചതി നടന്നോ? ദേവികയ്ക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നോ? CP കരുതുന്നത് പോലെ അവള് ഋഷി ഒരിക്കലും ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷെ നന്ദൻ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് തെളിയണം. എന്നിട്ട് വേണം മുന്നോട്ട് നീങ്ങാനായിട്ടും. അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ CPയോട് അരുന്ധതി പറയുന്നു. അങ്ങനെ ഈ ഒരു വസുന്ധരയാണെങ്കിൽ നന്ദന്റെ റൂമൊക്കെ വിസിറ്റ് ചെയ്യാണ്. ശേഷം മേഡം എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കണ്ടെത്തി തരണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ പേടിക്കാതിരിക്കുക. മീരയുടെ കേസിൽ തീരുമാനം എത്തിച്ചത് ഈ നിൽക്കുന്ന വസുന്ധര മേഡം അല്ലേ, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ ദേവിക പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക ദേവിക. അമ്മയ്ക്ക് ഒരു വിശ്വാസക്കുറവ് പോലെ. അങ്ങനെ ഈ വസുന്ധര ആക്കി സംസാരിക്കുന്നത് സിദ്ധാർത്ഥനും അതുപോലെ പ്രഭാവതിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിലും ദേവികയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പൊ ദേവിക പറഞ്ഞതുപോലെ എവിടെയാ തന്റെ ഭർത്താവ് നന്ദനെ മറച്ചു വെച്ചിരിക്കുന്നത്? മേഡം എന്തീ പറയുന്നത്? ദേവിക വെറുതെ എന്റെ മുന്നിൽ നിന്ന് കുരങ്ങ് കളിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ രാഷ്ട്രീയ കുടുംബമാണ്. MLAയും MLAയും ആയിട്ട് ഒരുപാട് രാഷ്ട്രീയക്കാരുള്ള കുടുംബം. അവർക്ക് അഭിനയിക്കാനായിട്ട് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ വസുന്ധര ആള് മാറിപ്പോയി. എന്റെ മുന്നിൽ നിന്റെ ഒന്നും അഭിനയം നടക്കില്ല. എത്രയും പെട്ടെന്ന് നന്ദൻ എവിടെയാണ്, അവൻ എവിടെയാണ് മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യം അറിയിക്കുക. എസ്തപ്പാന്റെ വീട്ടിൽ നിന്ന് നന്ദനെ എങ്ങോട്ടോ മാറ്റിയെന്നും അതുവഴി കാര്യങ്ങൾ എളുപ്പമാക്കാം. നന്ദനും ഋഷിയും എവിടെയാണെന്ന് കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കും ദോഷം വരാത്ത രീതിയിൽ കേസ് ഒതുക്കി തീർക്കാനും എന്നെ കൊണ്ട് കഴിയും. എന്നെ വിശ്വസിക്കണം എന്നൊക്കെ വസുന്ധര പറയും. ഇത് കേട്ട് ദേവികയും സിദ്ധാർത്ഥനും പ്രഭാവതിയും എല്ലാവരും ഒരേപോലെ ഷോക്കാവുകയാണ്. അപ്പൊ കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.